ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവരും ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് കമൻ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്ന ഒരു സംഭവമാണ് ഡ്രീം11 ഉടായ്പാണ്, എന്താ സത്യാവസ്ഥ, കുറേ ഫേക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഫേക്ക് എന്നല്ല, സത്യമായിട്ടുള്ള ന്യൂസുകളും വരുന്നുണ്ട്. ഈ തമിഴ്നാട്ടിലെ ഒരു പുള്ളിക്കാരന് ഏകദേശം നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ പിൻ ചെയ്ത് വയ്ക്കാം. തമിഴ്നാട്ടിലൊരു യൂസറിന് ഏകദേശം 6 ലക്ഷത്തോളം ലോസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഡ്രീം11 ഒരുപാട് തെറ്റുകൾ അദ്ദേഹം വിത്ത് പ്രൂഫോട് കൂടെ അദ്ദേഹം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇത്രയും എല്ലാവരിലോട്ട് എത്താനുള്ള മെയിൻ റീസൺ. വിത്ത് അദ്ദേഹത്തിൻ്റെ പ്രൂഫ് ഉണ്ടായിരുന്നുള്ള ഒരു റീസണാണ്. സോ നമുക്ക് ഇതിൽ നിന്നൊക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സോ അതിന് മുന്നേ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാത്തതായിട്ട് തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ, നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിത്ത് പ്രൂഫോടുകൂടി ഇവിടെ പറയുകയാണെങ്കിൽ നമ്മൾ അതിനൊരു ആക്ഷൻ എടുക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഒപ്പം തീർച്ചയായിട്ടും നിൽക്കുന്നതായിരിക്കും കേട്ടോ. കാരണം പൈസ ആരുടെയും ഔദാര്യമൊന്നും അല്ലല്ലോ, നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ തന്നെയല്ല. അത് എങ്ങനെയാണോ ആയിക്കോട്ടെ. ഒരുപാട് പേര് ഈ കഷ്ടപ്പെട്ട് പൈസ എടുത്തിട്ട് ആ പൈസ ഇവിടെ ഡ്രീം11 കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് ഇത്തിരിയിലും കൂട്ടണം എന്ന് വെച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരുന്നത്. അതേസമയം ഇങ്ങനെ ഒരുപാട് അമ്മമാർ വന്നിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിക്കാൻ അതെങ്ങനെ ശരിയാവും? അത് ഒരു ഫെയർ പ്ലേ പോളിസി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ എന്തിനാണ്? പക്ഷേ ഇങ്ങനെ ഒരുപാട് മിസ്റ്റേക്സ് ഞാൻ റീസെൻ്റായിട്ട് ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരുപാട് മിസ്റ്റേക്സ് നമുക്കിവിടെ ഫൗണ്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഡ്രീം11. സോ നമുക്ക് അതിനെപ്പറ്റി തന്നെ നോക്കാം. റീസെൻ്റായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഏകദേശം ഒരു ദിവസം 3500 കോൺടെസ്റ്റുകൾ എന്തോ ആകെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതായത് അദ്ദേഹത്തിൻ്റെ ഓപ്പോണൻറ്റ്, അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓപ്പോണൻറ്റ് ഏകദേശം കുറച്ച് സമയങ്ങളെ ആയിട്ടുള്ള 3500ഓളം കോൺടെസ്റ്റുകൾ കളിച്ചിട്ടുണ്ടെന്നായിരുന്നു. ഒരുപാട് കോൺടെസ്റ്റുകൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം 3500 രൂപ കോൺടെസ്റ്റ്, 3500 കോൺടെസ്റ്റെങ്കിലും മിനിമം കളിക്കണം. അതും എൻട്രി ഫീസ് എന്ന് പറഞ്ഞതിന് ഒരു അഡീഷണൽ ലെവൽ, കാരണം അദ്ദേഹം വിൻ ചെയ്ത എമൗണ്ട് അത്രയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആ വീഡിയോ നിങ്ങൾ കണ്ടതിനെ ഒരുപാട് ക്ലാരിഫിക്കേഷൻ കിട്ടി. ഞാൻ അതിനെടുത്ത് പൊലിപ്പിക്കാൻ നിന്ന് തന്നെ ശരിയാവത്തില്ല. അത് വെറുതെ ഞാൻ പറഞ്ഞാലും തെറ്റിപ്പോവും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതായത് ഒരിക്കലും നടക്കാത്തൊരു കാര്യം അത് ഡ്രീം11 യൂസർ ആണെങ്കിൽ നടക്കും. അതായത് ഡ്രീം11 ആൾക്കാരാണെങ്കിൽ അത് നടക്കും, ആ ഒരു പറഞ്ഞ സംഭവം. അല്ലാതെ ഒരിക്കലും പോസിബിളി നടക്കാനുള്ള ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഡ്രീം11 ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാച്ച് നടക്കാൻ പോയിട്ട് GT vs RCB. ഇവിടെ ഈ എൻട്രി ഫീസിനുള്ള സാധനം ഞാൻ കൂട്ടിയിട്ടു. ഓക്കെ, ഇപ്പോൾ ഹൈ എമൗണ്ട് ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല, ജസ്റ്റ് ഇവിടെ എടുത്ത് ഇങ്ങനെ നോക്കാൻ പോവുക, ആരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഒരുപാട് കുറേ ആൾക്കാരുണ്ട് ഈ പറഞ്ഞ പോലെ. ഡ്രീം11 ആൾക്കാരായിട്ട് കുറച്ച് ആൾക്കാർ ഇവിടെ നിലവിലുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് മേ ബി ചാൻസ് കുറവായിരിക്കും ഡ്രീം11 ആൾക്കാർ വരാനുള്ളത്. പക്ഷേ വേറെ കോൺടെസ്റ്റുകൾ, വേറെ മാച്ചിൽ ഞാൻ എടുത്ത് കാണിച്ചിട്ട് എന്നാലും ഇവിടെ ഒന്ന് നോക്കട്ടെ, ഒരു സമാധാനമില്ല. ഈ ഒരു ഫാൻ ഫൈറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊക്കെ കുറേ അമ്മമാരുണ്ടല്ലോ അല്ലേ, അമ്മമാരൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പുള്ളികൾ. ഇപ്പം ഇവിടെ ഇല്ല. ഈ RCL ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചില ഇതിലൊക്കെ ഈ ഫാൻ ഫൈറ്റ് കുറേ ഉടായ്പുണ്ട്. അതായത് ഈ ഡ്രീം11 തന്നെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഒറിജിനലാണെന്ന് തോന്നും, പക്ഷെ അതൊക്കെ ബോട്ടാണ്, അവരുടെ തന്നെ ആൾക്കാരാണ്, അവർക്ക് ടീം ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് സംഭവമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളുടെ യൂസറിന് തന്നെ വന്നൊരു മെയിൻ സംഭവമാണ്, ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമ്മളെ യൂട്യൂബ് ചാനലിൽ ഒരാളൊന്ന് കമൻറ്റ് ചെയ്താണ് കേട്ടോ. ഇതിപ്പോൾ ആ പുള്ളി പറഞ്ഞ സത്യമാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് എന്നാലും നമ്മളൊരിതിന് കണ്ടില്ലേ, കള്ളക്കളിയാണ്. ഡ്രീം11 കൊൽക്കത്ത പഞ്ചാബ് മാച്ചിന് 3 സ്പോട്ടുള്ള മാച്ചായിരുന്നു കളി തുടങ്ങിയ ലാസ്റ്റ്. അതായത് പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശശാങ്ക് സിംഗ് എന്നുള്ള ഒരു പ്ലെയർ പുള്ളിയുടെ ഓപ്പോസിറ്റിൻ്റെ ടീമിൽ ഉണ്ടായിരുന്നില്ല, ഓപ്പോസിറ്റുള്ള ആളുടെ ടീമിൽ ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത്, മാച്ച് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇയാൾ സെക്കൻഡായി, മറ്റേ ആൾ കയറി വന്നു. ശശാങ്ക് സിംഗ് ഇല്ലായിരുന്നു, പക്ഷേ കളി ഫൈനൽ ആയി റിസൾട്ട് കാണിക്കുന്ന സമയത്ത് അയാളുടെ ടീമിൽ ശശാങ്ക് സിംഗ് ഉണ്ട്, ഇയാൾ തോറ്റു. അതായത് കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പ്ലെയർ മാറാന്നൊക്കെ ഇല്ലേ. അപ്പോൾ നമുക്ക് ഇതിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റീസൺ ഞാൻ എങ്ങനെയെന്നാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു കോൺടെസ്റ്റ് നിങ്ങൾ കിട്ടി എത്ര രൂപയാണോ പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിപ്പോൾ 100 രൂപയുടെ ആയിക്കോട്ടെ 200 രൂപ ആയിക്കോട്ടെ, നിങ്ങളുടെ പൈസ തന്നെയല്ലേ, നിങ്ങളുടെ പൈസയ്ക്ക് നിങ്ങൾക്കൊരു വെർത്തില്ലേ. സോ അത് എത്ര ഒരു എമൗണ്ട് ആയിക്കോട്ടെ, നിങ്ങൾ ടീം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്കാരുടെയൊക്കെ ടീം കാണാൻ പറ്റില്ലേ. അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക കളി തുടങ്ങിയ ഉടൻ. ഇപ്പോൾ വേറൊരു സംഭവം കൂടിയുണ്ട്. നമ്മൾ ഡ്രീം11 മാച്ച് ഇപ്പോൾ നമുക്ക് എല്ലാ ഈ GL-ലൂടെ ഇപ്പോൾ നടക്കുന്നുണ്ട്.
നമുക്ക് മറ്റേ ഞാൻ പറഞ്ഞ ഒരു എസ് എല്ലിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഓപ്പോസിറ്റുള്ള ആളിൻ്റെ ടീം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അത് മാത്രമേ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഈ ജി എല്ലിൽ പറയുകയാണെങ്കിൽ ജി എല്ലിന് ഒരുപാട് ഉടായ്പുണ്ട്. ഇതിൽ മെയിനായിട്ട് നടക്കുന്ന ഒരു ഉടായ്പാണ് നമ്മളിപ്പോൾ എൻ്റെ ടീമാണ്, എൻ്റെ ഡ്രീം ടീമാണ്, എൻ്റെ ടീമാണ് ഫസ്റ്റ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടീമിന് കോപ്പി ആയിട്ട് ഒരു ടീം വരിക. ഇപ്പോൾ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു 6 ബോൾ 12 റൺ ഗ്രീസിൽ, ജസ്റ്റ് എക്സാമ്പിൾ പറയാം കേട്ടോ, വിരാട് കോഹ്ലിയും ഡുപ്ലിസിയാണ് ലാസ്റ്റ് ബോൾ ചെയ്യുന്നത്, ഒരു ബോളറും ആയിക്കോട്ടെ. ഈ 2 പേരും എന്തായാലും ഈ 12 റൺസ് 6 ബോളിൽ തീർച്ചയായിട്ടും എടുക്കും. അപ്പോൾ ആ ഒരു സെയിം ടീം നമ്മുടെ സെക്കൻഡ് പ്രൈസിലോട്ട് വരാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതായത് നമ്മളെ ഏറ്റവും ഒരു ലെവൽ എത്തുന്ന സമയത്ത് ഒരേ പ്രൈസ് നിങ്ങൾക്ക് ഒരുപാട് സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ. ഇപ്പോൾ നമ്മൾ ഡ്രീം ഇലവനൊക്കെ എടുത്ത് വിന്നേഴ്സ് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം, സെയിം റാങ്കുള്ള ഇതാ കണ്ടോ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സെയിം റാങ്കുള്ള 1.5 കോടിയുടെ 2 ഇത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് പ്ലേസ് കാണാൻ പറ്റില്ല, നമ്മുടെ ഓപ്പോസിറ്റ് ആളുള്ള പ്ലേസ് കാണാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ, ആകെ 69 മത്സരം കളിച്ചിട്ടുള്ളൂ, 1.5 കോടി രൂപ ഇവന് കിട്ടിയത്. ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇത് കുറച്ച് വിവരമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? വെറുതെ ഉടായിപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിപ്പോൾ രണ്ടാമത്തെ ഒരു പ്ലെയർ എടുക്കുമ്പോൾ അതും പുതിയ പ്ലെയറാണ്. ഇവർക്കൊക്കെ എങ്ങനെ ഇത് കിട്ടുന്നു ഇത് കണ്ടില്ല. ഇതൊക്കെ നമുക്ക് ബോട്ടെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇത്ര മത്സരങ്ങൾ കളിച്ച് അത് ഇവന്മാർ കറക്കി കുത്തി ഇടുകയാണ്. അത് ഇവരുടെയൊക്കെ വേറെ ടീം വണ്ണിൽ വിൻ ചെയ്യും. അതാണ് വേറൊരു പ്രശ്നം. ഒരു ടീമേ ഇടത്തുള്ളൂ, ആ ഒരു ടീമിൽ ഇവന്മാർ വിൻ ചെയ്യും. ഇതിങ്ങനെ ഒരുപാട് ഉടായ്പ നമ്മളെ ഡ്രീം ലെവലിൽ നടക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു ഓപ്ഷൻ, നമ്മൾ എസ് എല്ലൊക്കെ കളിക്കുന്ന സമയത്ത് ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. മറ്റു ആപ്ലിക്കേഷനിലൊക്കെ ബ്രോ എന്തോ ഈ പറയുന്ന ഉടായ്പ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്യില്ല. കാരണം അവർക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട് ഇവന്മാർക്ക്. ഇതിൽ ഡ്രീം സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് നമ്മളെ ഇവരുടെ തന്നെയാണ് ഇവന്മാർ പൈസ അങ്ങനെ എടുക്കാൻ വേണ്ടി ഇവന്മാർ തന്നെ ഒരു മാച്ച്, ഒരു T10 ഒരു ലീഗ് കൊണ്ടുവരും. അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, അതിൽ അവന്മാർക്കൊരു പ്രൈസ് കിട്ടും. ഇപ്പം നമ്മൾ എക്സാമ്പിളിന് ഒന്നും വേണ്ട, അതേ എക്സാമ്പിളിന് ഞാൻ ഇപ്പോൾ ഒരു പ്രൂഫ് കാണിച്ചത് 1,19,000 പേര്, ഇത്രയും ആൾക്കാർ ഇത്ര രൂപ വെച്ചിട്ട് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുമെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. 119 ഒന്ന് കറക്റ്റായിട്ടൊന്ന് അടിക്കട്ടെ. ഇനിയിപ്പോൾ 36,002 ഇതാണ് 1,19,000 എത്രയോ ആൾക്കാരാണ് കളിക്കുന്നത്. ഇതിൽ 59 രൂപ വെച്ചിട്ട് ഇത്രയും ആൾക്കാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നോക്കി ഇത്രയും എമൗണ്ട് വരും. ഇതിൽ ഇവന്മാർ കൊടുക്കുന്നത് 50 കോടിയാണ്, മൈനസ് 50 കോടി. അപ്പോൾ ഏകദേശം 2,04,00,000 രൂപ അവന്മാർക്ക് പ്രോഫിറ്റ് മാത്രമാണ് കിട്ടുക. ഇത് 50 കോടി ഒന്നും അടിച്ചിട്ട് വരാത്ത 50,000 5 ലക്ഷം വരിക, 5 ലക്ഷം കോടി. ഇതെന്തോ വരുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് 7 കോടി രൂപയുടെ അടുത്ത് 70 കോടി രൂപയുടെ അടുത്ത് വരും. ഇതിൽ 50 കോടി അവന്മാർ കൊടുക്കണുള്ളൂ. ഈ 20 കോടിയുടെ അടുത്ത് അവന്മാർക്ക് ലാഭമാണ് മൊത്തത്തിൽ. അങ്ങനെ ഒരുപാട് ഉടായ്പ ഇതിൽ നടക്കുന്നുണ്ട്. അടുത്ത് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും വയ്യ. അവന്മാരുടെ കണക്ക് നമുക്ക് തല പോയുന്ന രീതിയിൽ അവന്മാരൊക്കെ ഓരോന്ന് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഒരുപാട് ഉടായ്പ ഇതിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നമുക്ക് ക്ലാരിഫൈ ചെയ്തിട്ട് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വെൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. കാരണം ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫേക്ക് ന്യൂസ് ഉണ്ട്. അതെന്താണെന്നുള്ള പറയാൻ വേണ്ടി മാത്രം ഞാൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരാം. ഫ്രണ്ട്സ്, പാർട്ട് 2 എന്തായാലും വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.